ഇന്ത്യൻ സൂപ്പർ ലീഗിന്റെ പുതിയ സീസണിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ ക്ലബ്ബുകൾ ആരംഭിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണിത്. കൃത്യമായി പറഞ്ഞാൽ ഇനി ഒരു മാസം ടൈമാണ് ISLനെ ആദ്യ മത്സരത്തിന് മുമ്പുള്ളത്. പക്ഷേ പല താരങ്ങളും ISL വിട്ട് പോയത് കൊണ്ട് ക്ലബ്ബുകൾക്ക് വലിയ തിരിച്ചടിയാണ് സംഭവിച്ചിട്ടുള്ളത്. ചില ക്ലബ്ബുകൾ പോയ താരങ്ങൾക്ക് പകരക്കാരെ കണ്ടെത്താൻ ശ്രമിക്കുമ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിനെ പോലുള്ള ചില ക്ലബ്ബുകൾ ഇന്ത്യൻ കരുത്തിനെ ആശ്രയിച്ച് ലീഗ് കളിക്കാൻ ആലോചിക്കുന്നതായിട്ടും റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. പക്ഷേ നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്ന അതിനെക്കുറിച്ചിട്ടൊന്നുമല്ല. നമ്മുടെ ബ്ലാസ്റ്റേഴ്സ് വമ്പൻ താരങ്ങളെ ഇന്ത്യൻ സൂപ്പർ ലീഗിലേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ചിട്ട് പരാജയപ്പെട്ടു പോയ കഥകൾ KL Now കഴിഞ്ഞ ദിവസം പുറത്തുവിട്ടിരുന്നു. അതിനെക്കുറിച്ചിട്ടാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ഫുട്ബോൾ ലോകത്ത് റോങ് റീസൺസ് കൊണ്ട് കുപ്രസിദ്ധി ആർജിച്ച ഇറ്റാലിയൻ സ്ട്രൈക്കർ മരിയോ ബലറ്റിനെ കുറിച്ചിട്ടുള്ളതാണ് ആദ്യത്തെ സ്റ്റോറി. താരത്തിന്റെ ഏജന്റ് ബ്ലാസ്റ്റേഴ്സിന് താരത്തെ ഓഫർ ചെയ്തിരുന്നു. എന്നാൽ താരത്തിന്റെ സാലറിയും താരവുമായി ബന്ധപ്പെട്ടുള്ള ഡിസിപ്ലിൻ ഇഷ്യൂസും മൂലം താരത്തെ ബ്ലാസ്റ്റേഴ്സ് ഒഴിവാക്കി വിടുകയായിരുന്നു. എന്നാൽ 2017 ഒരു വമ്പൻ താരത്തെ കൊണ്ടുവരാനായിട്ട് ബ്ലാസ്റ്റേഴ്സ് ആഗ്രഹിച്ചതാണ്. 2010 പ്രീമിയർ ലീഗിൽ സൗത്താംപ്ടനു വേണ്ടി മിന്നും പ്രകടനം നടത്തി ഫെയിമിലേക്ക് എത്തിയ ഇംഗ്ലീഷ് താരം റിക്കി ലാംബർട്ട് ആയിരുന്നു താരം. ബ്ലാസ്റ്റേഴ്സ് താരവുമായിട്ട് ചർച്ചകളിൽ ഏർപ്പെട്ടിരുന്നുവെങ്കിലും ഇന്ത്യയിലേക്ക് വരാൻ താല്പര്യം കാണിക്കാഞ്ഞ് താരം ബ്ലാസ്റ്റേഴ്സിനെ ഒഴിവാക്കി വിടുകയായിരുന്നു. പക്ഷേ ഇവഞ്ച്വലി ആ സീസണിൽ തന്നെ താരം റിട്ടയർ ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. 2017 തന്നെ കോപ്പ അമേരിക്ക ചാമ്പ്യനും ലാലിഗ വിന്നറുമായിട്ടുള്ള ബ്രസീലിയൻ സൂപ്പർ താരം ജൂലിയോ ബാപ്റ്റിസ്റ്റെ സ്വന്തമാക്കുന്നതിന് വേണ്ടി ബ്ലാസ്റ്റേഴ്സ് ശ്രമിച്ചിരുന്നു. ആ സമയത്ത് ഫ്രീ ഏജന്റ് ആയിരുന്ന താരവുമായിട്ട് ക്ലബ്ബുകൾ ചർച്ച നടത്തി. പക്ഷേ അതേസമയം താരം ബോൾട്ടൺ വാണ്ടേഴ്സുമായിട്ട് ചർച്ചകൾ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഇംഗ്ലണ്ടിൽ കളിക്കാൻ ഇന്ത്യയിലെ അവസരം വേണ്ടാന്ന് വെച്ച ബാപ്റ്റിസ്റ്റെ ഒടുവിൽ വാണ്ടേഴ്സും ഒഴിവാക്കി വിട്ടു. ഇവരിൽ ആര് വന്നിരുന്നെങ്കിലും ലീഗിനും ബ്ലാസ്റ്റേഴ്സിനും ഒരേപോലെ ഹൈപ്പ് കിട്ടുമായിരുന്നു.